ഭാവാംഗവിലോകിനി സ്മിതശ്രീമുഖി വാത്സല്യവർഷിണീം സുമധുര സങ്കീർത്തനാലാപുനി ശ്യാമീം മധുസത്യസത്യം സമാരംഭാം സുന്ദരം സുന്ദരാചാര്യം സൂത്രഭാഷകൃതേ പുനഃ ഈശ്വരോ വിരളമേവി മൂർത്തിഭേദവിഭാഗാന്യർത്ഥദേഹായ ദക്ഷിണാമൂർത്തേ. പരമ്പര സ്മരിച്ചുകൊണ്ടുമാണ് ഓമിത്യക്ഷരമിദം സർവം തസ്യൂപം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സമം ഓംകാരേവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാരേവ. സർവം ഹീതബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭോ വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിക്തഭുജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യേത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭൂ സ്ഥിതോമുഖപ്രജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവ യേശ അന്തര്യാമീശ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവിവദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാ അധ്യക്ഷരം ഓംകാരോ അധിമാത്രം പദമാത്രാമാത്രാശ്ച പാദ ഉകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാമാത്ര ആപ്തേരാദിമത്വാദ് വാ ആപ്നോതിഃ വൈ സർവാൻ കാമാനാദിശ്ച ഭവതി ശിവം വേദ.
സ്വപ്നസ്ഥാനത്തൈജസ് ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാദ്വാ ഉത്കർഷയോ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിത്കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രജ്ഞോ മകാരഃ തൃതീയ മാത്ര വിതേരഭീതേർവാ മനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യോഹാരിഃ പ്രപഞ്ചോ വശമസ്യോ അദ്വൈതം ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ. ശാന്തി പ്രകടനത്തിൽ 81ാമത് കാര്യം. അജം അനിദ്രം അസ്വപ്നം പ്രഭാതം ഭവതി സ്വയം സകൽ വിഭാതോ ഹ്യേവേഷ ധർമ്മോ ധാതു സ്വഭാവത. പുനരപി കീദൃശശ്ചാസു ബുദ്ധാനാം വിഷയിത്യാഹ. ഇതെങ്ങനെ ഈ തത്വത്തെ വെളിപ്പെടുത്താം? ഈ തത്വം വെളിപ്പെട്ടവർ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവരുടെ അനുഭവം എന്താണ്? അതിനെക്കുറിച്ച് വീണ്ടും ചോദ്യവും സമാധാനവും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അജം അനിദ്രം അസ്വപ്നം പറയുന്നു. പ്രഭാതം ഭവതി സ്വയം, സ്വയം പ്രഭാതം ഭവതി, സ്വയമേവ തത് പ്രഭാതം ഭവതി നാദിത്യാദ്യപേക്ഷം സ്വയം ജ്യോതി സ്വഭാവം ഇത്യർത്ഥഃ. ഇത് ബുദ്ധന്മാരുടെ വിഷയം. വിഷയസഹി ബുദ്ധാന 80ാമത്തെ കാരികയിലും പറഞ്ഞു. അവർക്കിത് എങ്ങനെ അനുഭവപ്പെടുന്നു പറയുന്നു. ഇത് പ്രഭാതമായി അനുഭവപ്പെടുന്നു. ഭ എന്ന് പറഞ്ഞാൽ ശോഭ, ദീപ്തി എന്നാണ്. പ്രഭാതം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഉത്തമമായ പ്രകാശം, ഉത്തമമായ ശോഭ, ഉത്തമമായ ദീപ്തി, അതാണ് പ്രഭാതം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്രഭാതം എന്ന് നമ്മൾ പറയുന്നതും ആ അർത്ഥത്തിൽ തന്നെ. നമ്മുടെ ഭാഷയിൽ പറയുന്നു പ്രഭാതം. അവിടെയുണ്ട് എന്താണ് ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന നമ്മൾ പ്രഭാതം എന്ന് പറയുന്നു. അന്ധകാരത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആ വെളിച്ചത്തിനൊരു പ്രകൃഷ്ടതയാണ്. മറ്റ് പ്രകാശങ്ങളെല്ലാം അപേക്ഷിച്ച് അതിനൊരു വിശിഷ്ടതയുണ്ട്. പ്രഭാതം കഴിഞ്ഞ് പിന്നെ മധ്യാഹ്നം വരും, സായാഹ്നം വരും. അവിടെയൊക്കെ പ്രകാശം മാറുന്നുണ്ട്. അതിനെല്ലാം ശ്രേഷ്ഠമായി നമ്മൾ കരുതുന്നതും പ്രഭാതം തന്നെയാണ്.
അവിടെ പ്രകൃഷ്ടപ്രകാശം ഉണ്ട്. പ്രഭാതത്തെക്കാൾ കൂടുതൽ പ്രകാശത്തിന് തീവ്രതയുള്ളത് മധ്യാഹ്നത്തിനാണ്. എന്നാലും പ്രഭാതം പോലെ ഉള്ള മഹത്വം അതിനില്ല. ഇത് പ്രധാന കാരണം എന്താണ്? ഒന്നത് അന്ധകാരം കഴിഞ്ഞു വരുന്നുണ്ട്. പ്രഭാതം രണ്ടു തരത്തിൽ വരും. ഒന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും, സാധാരണ പ്രഭാതം. മറ്റൊന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരും. ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ അതുവരെയുള്ള അന്ധത മാറുന്നതുകൊണ്ട് ആ ഉണർവിനൊരു പ്രാമുഖ്യമുണ്ട്, അതിനൊരു വിശേഷതയുണ്ട്. ജാഗ്രതത്തിന്റെ തുടക്കം. പ്രഭാതം അങ്ങനെ തന്നെയാണ്. സാധാരണ രാത്രിയിൽ ഉറക്കവും പ്രഭാതത്തിൽ ഉണർവുമാണ് സാധാരണഗതിയിൽ. അങ്ങനെ അല്ലാതെ സംഭവിക്കാറുണ്ടെങ്കിൽ അത് ഒരു ഉപമയായിട്ടും എടുക്കാം. ആ പ്രഭാതം പോലെ ഇത് സ്വയം പ്രഭാതമായിരിക്കുന്നു. അങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. കാരണം മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് പ്രഭാതത്തിന്റെ പ്രത്യേകത എന്താണ്? അത് കൂടുതൽ ശാന്തമാണ്. പ്രഭാതം കൂടുതൽ ആനന്ദദായകമാണ്. പ്രഭാതം മധ്യാഹ്നം അതുപോലെയല്ല, പ്രകാശത്തിന് തീഷ്ണത വരും. അപ്പോൾ പ്രഭാതത്തിന്റെ ആ സൗമ്യത അവിടെ നഷ്ടപ്പെട്ടു. ആത്മപ്രകാശം അങ്ങനെയാണ്. ആത്മപ്രകാശവും ബുദ്ധന്മാരെ സംബന്ധിച്ച് അത് ഈ നമ്മുടെ പ്രഭാതം പോലെയാണ്. അത് വളരെ ശാന്തമാണ്, സൗമ്യമാണ്, ഏകാഗ്രമാണ്. പകൽ മാറുന്നതനുസരിച്ച് അതിന്റെ ശാന്തതയും സൗമ്യതയും എല്ലാം നഷ്ടപ്പെടും. കൂടുതൽ ഘോരമാവും, തീവ്രമാവും. പിന്നെ അത് ക്ഷീണിക്കുന്നതാണ് സായാഹ്നം. അപ്പോഴാണ് നമ്മൾ വീണ്ടും അന്ധത ആഗ്രഹിക്കുന്നത്, സുഷുപ്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിന്റെ എല്ലാ നല്ല ഭാവങ്ങളോടെ ക്രമേണ നഷ്ടപ്പെട്ടു. ഉണ്ടല്ലേ പ്രഭാതം നല്ല കാര്യങ്ങൾക്കെല്ലാം ഉപയോഗപ്പെടുത്തുന്നു, ധ്യാനിക്കാനും മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനുമെല്ലാം. കാരണം പ്രഭാതത്തിന് ഉള്ള ആ സൗമ്യത അത് വേറെ സമയത്തും കിട്ടത്തില്ല. അതുപോലെ സായാഹ്നം അതുപോലെയാണ്. പക്ഷെ അവിടെ കൂടുതൽ ക്ഷീണിക്കും, വൃത്തികൾ ക്ഷീണിക്കും, മനോവൃത്തികൾ ക്ഷീണിക്കും. പ്രഭാതത്തിൽ അങ്ങനെയല്ല, അത് കൂടുതൽ ഊർജ്ജസ്വലമായി. അതുകൊണ്ട് ബുദ്ധന്മാർക്കും ഇത് പ്രഭാതമായി അനുഭവപ്പെടുന്നു എന്നാണ്. വളരെ ശാന്തമായി, സൗമ്യമായി, ഏകാഗ്രമായി, നിശ്ചലമായി. പ്രഭാതത്തിന്റെ നിശ്ചലത പിന്നീട് കാണത്തില്ല. പിന്നീട് വ്യവഹാര ആധിക്യം വരും. വ്യവഹാരം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഇപ്പോൾ പ്രഭാതത്തിലാണ്. വ്യവഹാരം കുറവാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പോലും മന്ദമായിട്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ അത് തീക്ഷ്ണമാവും. സർവ്വ വ്യവഹാരങ്ങളും നീ തുടക്കമാണ്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരും. ഇവിടെ സാവധാനം തുടങ്ങും. പിന്നെ അത് വളരെ രൗദ്രഭാവത്തെ പ്രാപിക്കും. അതുകൊണ്ട് ആ തുടക്കം അതെങ്ങനെയാണോ അനേക ഗുണങ്ങളോടുകൂടിയിരിക്കുന്നത്, അതുപോലെയാണ് ഈ അനുഭവം. സ്വയമേവ തത്പ്രഭാതം ഭവതി. എന്തുകൊണ്ടങ്ങനെ ഇരിക്കുന്നു? ഭാഷ്യകാരൻ പറയുന്നു, ആദിത്യാദ്യപേക്ഷം
സ്വയം ജ്യോതി സ്വഭാവം. നമ്മൾ ഉണർവിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ പൂർണ്ണമായും നിരപേക്ഷമായിട്ടാണ് വരുന്നത്. മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെല്ലാം ക്രമേണ സജീവമാകുകയാണ് ചെയ്യുന്നത്. അത് പ്രവർത്തിച്ച് തുടങ്ങുന്നു, പിന്നീട് അത് ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതാണ് മുമ്പ് പറഞ്ഞ എന്താണ്, വ്യവഹാരം വളരെ ശക്തമാവുന്നത് ക്രമേണയാണ്. പക്ഷേ ആ പ്രഭാതത്തിൽ നമുക്ക് കൂടുതൽ ശാന്തിയും സൗമ്യതയും സുഖവും എല്ലാം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? അത് നിരപേക്ഷമായിരിക്കുന്നുകൊണ്ടാണ്. ഇപ്പൊ സുഷുപ്തിയിൽ നിന്ന് വരുന്ന ആ ഉണർവ് അത് നിരപേക്ഷമാണ്, ഒന്നിനെ ആശ്രയിക്കുന്നില്ല. വളരെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ പറയുന്നത് എന്താണ്, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ കേവലം ഒരു അഹംബോധവും തുടർന്നൊരു ഇതം ബോധവും, ഞാൻ ഇത്, ഈ രണ്ട് ബോധമേ ഉള്ളൂ. അവിടെ നാനാത്വബോധം വേറെയില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താണോ, അത് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം ജ്യോതിയാണ്. ഈ ജാഗ്രതയിലിരുന്ന് നമ്മൾ ഈ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ, വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ വ്യാപാരങ്ങൾ, ഗ്രഹണം, സ്മരണം, ഇതിനെയൊക്കെ ഗ്രഹിക്കുക, ഇതിനെയൊക്കെ സ്മരിക്കുക തുടങ്ങി ഈ വ്യാപാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബാഹ്യമായ ഒരുപാട് നിമിത്തങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. പ്രധാനമായും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുന്ന ഈ വിഷയങ്ങളെ ആശ്രയിക്കുന്നു. ഇതിനാശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ പ്രഭാതത്തിൽ അങ്ങനെയല്ല. അതായത് ആ ഉണർവിലേക്ക് കിടക്കുമ്പോൾ അത് ഈ വിഷയങ്ങളൊന്നും അവിടെ പ്രകടമായില്ല. അവിടെ വ്യവഹാരവും കുറവാണ്. പക്ഷെ അവിടെ ഈ പ്രകാശത്തിന് കുറവൊന്നുമില്ല. പ്രകാശം ഏറെക്കുറെ അത് ശുദ്ധമായി ശാന്തമായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് നിരപേക്ഷമായി പ്രകാശിക്കുന്നുണ്ടാണ്. സ്വയം ജ്യോതി സ്വഭാവം എന്ന് പറയുന്നതിന് അനുഭവം തന്നെയാണ് പ്രമാണം. എപ്പോഴാണോ നമ്മൾ കൂടുതൽ വ്യവഹാരങ്ങളിലേക്ക് മുഴുകുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൂടുതൽ വിഷയങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ അന്ധകരണത്തിൽ നാനാതരത്തിലുള്ള വൃത്തികളുണ്ടായി വിഷയങ്ങളെ ഗ്രഹിക്കുകയും സ്മരിക്കുകയും വിസ്മരിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ പ്രകാശം മങ്ങുന്നു. അപ്പോൾ പ്രപഞ്ചം നമുക്ക് കൂടുതൽ സ്ഥൂലമായി ജാഗ്രതയായി സജീവമായി അനുഭവപ്പെടും. നമ്മൾ സഹജമായിരിക്കുന്ന ആ ബോധം അതിനോട് പ്രാധാന്യമില്ലാതെ വരും. അതാണ് ശരിയായ ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന മാറ്റം. അതിനു മുമ്പത് നിരപേക്ഷമായി പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് അതിന് സ്വയം ജ്യോതി എന്ന് പറയുന്നത്, സ്വയം ജ്യോതി സ്വഭാവം. ഇത് പരിശോധിച്ചാൽ മതി. നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് എങ്ങനെ വരുന്നു, ജാഗ്രതത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നു, വീണ്ടും എങ്ങനെ സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നു, ഇവിടെ നമ്മുടെ ബോധത്തിന് വരുന്ന മാറ്റം, അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ സ്വയം ജ്യോതിഷ്ടം, ഈ സ്വയം ജ്യോതി സ്വഭാവം അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെയാണ് ബുദ്ധന്മാരുടെ അനുഭവമായി ഇവിടെ പറയുന്നത്. ആദിത്യാദ്യപേക്ഷം നമ്മൾ ഉണർവിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പ്രകാശത്തെ അനുഭവിക്കുന്നുണ്ട്. അതിന് പുറമേ പ്രകാശത്തിന്റെ ആവശ്യമില്ല, ഉള്ളിലുള്ള പ്രകാശത്തെ തന്നെ അനുഭവിക്കും. ആദ്യത്തെ പ്രകാശം. പിന്നീടാണ് പുറമേ കണ്ണ് തുറന്ന് പുറമേയുള്ള പ്രകാശത്തെ
അനുഭവിക്കുന്നത്. കണ്ണ് തുറന്നില്ലെങ്കിലും ഉള്ളിലുള്ള പ്രകാശത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ആദിത്യാദ്യപേക്ഷ. അവിടെ ആദിത്യനെയൊന്നും അപേക്ഷിക്കുന്നില്ല. നമ്മൾ ഉണരുമ്പോൾ ഇവിടെ ആദിത്യൻ ഉണ്ടാകണമെന്നുമില്ല. ആദിത്യനില്ലാതെ തന്നെ നമുക്ക് പ്രകാശത്തെ അറിയാൻ കഴിയുന്നു. ഉണരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ അന്ധതയല്ല നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നീട് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയോ ചെയ്യും. ഉണരുമ്പോൾ നമ്മൾ പ്രകാശത്തിലാണ് ഉണരുന്നത്. അന്ധകാരമാണെന്നൊരു ബോധം നമുക്ക് വരുന്നില്ല. ഉണർവിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉണർന്നതിന് ശേഷം നമ്മൾ പറയും അന്ധതയെക്കുറിച്ച്, അന്ധകാരത്തെക്കുറിച്ച് പറയും. എന്തുകൊണ്ട്? ഇത് സ്വയം പ്രകാശിക്കുന്ന ഇതിന്റെ പ്രകാശത്തിൽ നിന്ന് ആർക്കും മാറിയിരിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ആർക്കെങ്കിലും മാറിയിരിക്കാൻ കഴിയും? സൂര്യന്റെ മുമ്പിൽ നിൽക്കുന്ന ആർക്കും തന്നെ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും മാറാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ അന്ധകാരത്തെ സൃഷ്ടിക്കുകയാണ്. ഇത് മാറണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒന്നുകിൽ വല്ല ഗുഹയിലും പോകണം. രണ്ടുപായമേ ഉള്ളൂ. ഗുഹയിൽ പോയാൽ നമുക്ക് ആ പ്രകാശത്തിൽ നിന്ന് മാറിയിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണടയ്ക്കണം. നമ്മുടെ കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ധതയിലേക്ക് പോകാം. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത കാരികയിൽ അത് വിശദീകരിക്കുക. അങ്ങനെ സംഭവിക്കുന്നു. ഇവിടെയും സ്വയം ജ്യോതി സ്വഭാവമായിരിക്കുന്ന ആ പ്രകാശത്തിൽ നിന്ന് പിന്നെ നമ്മൾ അന്ധതയെ സ്വയം സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ നിമിത്തമൊന്നുമില്ല, സഹജമായി സംഭവിക്കുന്നു എന്ന് പറയും. മറിച്ചാണെങ്കിലോ ഇത് സദാ പ്രകാശിക്കുന്നതാണ്. പ്രതിബോധവിദിതം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ ഈ സ്വയം പ്രകാശത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അന്ധതയിലേക്ക് ഒരിക്കലും പോകാൻ കഴിയുന്നില്ല. അത് ഗ്രഹിക്കുന്നവനെയാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അജ്ഞാനം കൽപ്പിക്കുന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല. എന്നാലും കൽപ്പിച്ചാൽ എന്ത് ചെയ്യും? ഭ്രാന്തമായി തന്നിലേക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? വാസ്തവത്തിൽ അങ്ങനെ ഒന്നില്ല. സ്വയം ജ്യോതി സ്വഭാവം സകൃത് വിഭാത സദൈവ വിഭാത ഇത്യേത. അതുപോലെയല്ല. നമ്മളെ സംബന്ധിച്ച് എന്താണോ, നമ്മൾ പ്രകാശത്തെ കാണുന്നു, ആ പ്രകാശത്തെ കണ്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മൾ അന്ധതയിലേക്ക് പോകുന്നു. അന്ധകാരത്തെ നമ്മൾ ദർശിക്കുന്നു. ഇത് മാറി മാറിയാണ്. സൂര്യന്റെ പ്രകാശത്തെ തന്നെ എടുത്താൽ പ്രകാശത്തെ നമ്മൾ എത്രമാത്രം കാണുന്നോ അത്രമാത്രം നമ്മൾ അന്ധതയും കാണും. എന്തുകൊണ്ട്? നമ്മുടെ കൺപോളകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തടയുമ്പോൾ അന്ധതയാണ്, നിമിഷ നേരത്തേക്കാണ്. നമ്മുടെ ഉന്മേഷങ്ങൾ അത് പ്രകാശത്തെയും അന്ധതയും മാറി മാറി നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് പറയും എന്താണ്? അത് നിർനിമിത്തമായി സംഭവിക്കുന്നു. അതിന് നിമിത്തമൊന്നുമില്ല. എന്നുവെച്ചാൽ അതിന് യത്നം ആവശ്യമില്ലാന്നോ? നിമിത്തമുണ്ട്, പ്രയത്നം ആവശ്യമില്ല. അതുപോലെ ഈ പ്രകാശത്തിൽ തന്നെ നമ്മൾ അന്ധതയെ സൃഷ്ടിക്കുകയാണ്. വാസ്തവത്തിൽ ബാഹ്യമായി ഈ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ പ്രകാശത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ട്? ഇല്ല. ആ മാറ്റം സംഭവിക്കാതെ തന്നെ നമ്മൾ സ്വയം അന്ധരാകും. ഒരു നിമിഷ നേരത്തേക്കാണ് വീണ്ടും നമ്മൾ പ്രകാശത്തിലേക്ക് വരുന്നത്. പലപ്പോഴും നമ്മുടെ അന്ധതയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ അന്ധതയിൽ നിന്നാണ് വീണ്ടും പ്രകാശത്തിലേക്ക് വരുന്നത്. അതും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഭൗതികമായ പ്രകാശത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇരുട്ടും വെളിച്ചവും മാറി മാറി അനുഭവപ്പെടുന്നത്. ഇത് തന്നെയാണ് ആന്തരികമായ പ്രകാശത്തിലും സംഭവിക്കുന്നത്.
പുറമേ നമുക്ക് ഇരുട്ടും വെളിച്ചവും മാറി മാറി നമ്മൾ അനുഭവിക്കുമ്പോഴും വെളിച്ചത്തിന് മാറ്റമില്ല. സൂര്യൻ ഒരേ രീതിയിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതുപോലെ ആന്തരികമായ പ്രകാശം, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സകൃത് വിഭാത, സദാ ഇവ വിഭാത. ബാഹ്യമായ പ്രകാശം പോലെ തന്നെ ആന്തരികമായ പ്രകാശവും ഒരേ രീതിയിലിരിക്കുന്നു. അതാണ് മുമ്പ് പറഞ്ഞത്. എന്താണ്? അനിദ്രം, അസ്വപ്നം. അവിടെ നിദ്രയും സ്വപ്നവും ഇല്ല. ഒരേ രീതിയിൽ ആണ് ആ പ്രകാശം. നമ്മൾ ചോദിക്കാറില്ലേ, ഞാൻ ഉറങ്ങാറുണ്ടോ? അജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് ചോദിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് നമ്മൾ കണ്ണടയ്ക്കുന്നുകൊണ്ട് സൂര്യൻ പ്രകാശിക്കാതിരിക്കുമോ? അത് സംഭവിക്കുന്നില്ല. ഇതെന്താണ്? സദൈവ വിഭാത. ബുദ്ധന്മാരുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഒരേ പ്രകാശം തന്നെ. അവർ വെറുതെ കണ്ണടച്ചിട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറയും, എന്താണ്? സർവരും അനുഭവശാലികളാണ് എന്ന് പറയും. അത് ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നു, ആത്മപ്രകാശത്തിന്റെ നിലയ്ക്ക് പറയുകയാണ്, ആത്മാനുഭവത്തിന്റെ നിലയ്ക്ക് പറയുകയാണ്. കാരണം ഈ അനുഭവത്തിൽ നിന്നും ഇത് രണ്ട് കാര്യം. ഒന്നിത് സ്വയം പ്രകാശിക്കുന്നു, മറ്റൊന്നിത് സദാ പ്രകാശിക്കുന്നു. ഇതിൽ ജ്ഞാനാവസ്ഥ, അജ്ഞാനാവസ്ഥ ഇങ്ങനെ വരാൻ വഴിയില്ല. സൂര്യനിൽ ഇരുട്ടും വെളിച്ചമില്ലല്ലോ. സൂര്യനിൽ നിന്ന് നമ്മൾ വളരെ അകന്നു നിന്നിട്ടാണ് നമ്മൾ ഇരുട്ടിനെയും വെളിച്ചത്തെയും സൃഷ്ടിക്കുന്നത്. സൂര്യനിലാണെങ്കിലോ ഇരുട്ടും വെളിച്ചമില്ല. അപ്പോൾ ഇത് രണ്ടും യോജിക്കും. അതെന്താണ്? നിരപേക്ഷമായി പ്രകാശിക്കുന്നു, സദാ പ്രകാശിക്കുന്നു. ഈ അനുഭവമാണ് സർവർക്കും ഉള്ളതെന്നാണ്. അതുകൊണ്ട് ആത്യന്തികമായി ജ്ഞാനി അജ്ഞാനി എന്ന് വേർതിരിക്കാൻ വയ്യ ഇവിടെ. അങ്ങനെ ഇവിടെ വേർതിരിക്കുന്നില്ല. ഈ പരമമായ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്ത്രത്തിൽ പറയും ചിലപ്പോൾ എന്താണ്? ജ്ഞാനി അജ്ഞാനിക്ക് ഉപദേശിക്കുന്നു. ഇവിടെയാണ് പറയും എന്താണ്? ശ്രോതാവും വക്താവും ദുർലഭമാണെന്നെല്ലാം പറയും. പക്ഷെ അത് പരമാർത്ഥത്തിൽ പറയുന്നതല്ല. പരമാർത്ഥത്തിൽ പറയുമ്പോഴോ സർവരും അനുഭവശാലികൾ തന്നെയാണ്. ഈ അനുഭവത്തിലാണ് ഒരുവന്റെ നിലനിൽപ്പ്. ഈ അനുഭവം തന്നെയാണ് ഒരുവന്റെ ഉണ്മ. അപ്പോൾ ഒരാൾക്ക് സ്വന്തം ഉണ്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, സ്വന്തം അസ്തിത്വത്തെ വിട്ടിട്ട് നിൽക്കാൻ കഴിയും. കഴിയില്ലെങ്കിൽ ആ അസ്തിത്വം തന്നെയാണ് ഇതിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. അതാണ് പരമാർത്ഥം. പിന്നെ എന്താ ഇവിടെ തകരാറ് വരുന്നത്? ആ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല എന്നുള്ളത്. ആ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ആകും എന്താണ്? സദൈവ വിഭാത. അത് സ്വയം പ്രകാശിക്കുക മാത്രമല്ല സദാ പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥത്തിൽ ബന്ധവും മോക്ഷമില്ല എന്ന് പറയുന്നു. ആ രീതിയിലാണ്. യേശ ഏവ ലക്ഷണ ആത്മാഖ്യോ ധർമ്മോ ധാതു സ്വഭാവതഃ വസ്തു സ്വഭാവതഃ. ഇതിനെ വീണ്ടും വിശേഷിപ്പിക്കുന്നു. യേശ ധർമ്മഃ ധാതുഃ. ഇത് ധർമ്മമാണ്. ധാരണാത് ധർമ്മം. ധർമ്മത്തിന്റെ നിർവചനം പൊതുവെ പറയുന്നത് അങ്ങനെയാണ്. ധാരണാത് ധർമ്മ ഇത്യാഹു. ധരിക്കുന്നതുകൊണ്ട് ധർമ്മം. നമ്മൾ സാധാരണ വ്യവഹാരത്തിൽ പറയുന്ന ധർമ്മം വ്യാവഹാരിക ധർമ്മം. അവിടെയും അങ്ങനെ തന്നെ പറയുന്നു. സർവത്തെയും നിലനിർത്തുന്നത് ധർമ്മമാണ്.
ലോകവ്യവഹാരത്തിലും സത്തായ സർവത്തെയും നിലനിർത്തുന്നതാണ് ധർമ്മം. ധർമ്മസ്വരൂപത്തിൽ എല്ലാ നന്മകളും നിലനിൽക്കുന്നു. എല്ലാ നന്മകൾക്കും ഒരാധാരമുണ്ടെങ്കിൽ അതിനെ ധർമ്മമെന്ന് പറയും. അത് വ്യാവഹാരികമായി പറഞ്ഞു. ഇവിടെ അത് തന്നെ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത് ധർമ്മമാണ്. ഇവിടെ എന്താണ്? സർവകൽപ്പനകൾക്കും ആധാരം. ഇവിടെ പ്രധാനമായി 2 കൽപ്പനകളേ ഉള്ളൂ. നമ്മൾ മാണ്ഡുക്യത്തിൽ വിചാരം ചെയ്യുമ്പോൾ ഇവിടെ 2 കൽപ്പനകളേ ഉള്ളൂ. എന്താണ്? ഒന്ന് ബന്ധം, മറ്റൊന്ന് മോക്ഷം. ഈ 2 കൽപ്പനകളേ ഉള്ളൂ. 2 കൽപ്പനകളാണ്. അതിൽ വരുന്നതാണ് ബാക്കി സർവവും. മറ്റെല്ലാ സാധനങ്ങളും എല്ലാ സാധ്യങ്ങളും എല്ലാം അതിൽ വരും. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ ബന്ധത്തിൽ, ആത്മാവ് എന്ന് പറയുമ്പോൾ മോക്ഷത്തിൽ, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എല്ലാം, ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ബന്ധത്തിൽ വന്നു, സുഷുപ്തിയിലേക്ക് ചെല്ലുമ്പോൾ മോക്ഷത്തിലേക്ക് വന്നു. അതടുത്ത് പറയും. അങ്ങനെ കൽപ്പിതമായ സർവത്തിന്റെയും ആധാരമായിരിക്കുന്നുകൊണ്ട് ഇതിനെ ധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ ഇതും ബുദ്ധന്മാരുടെ അനുഭവമായിട്ട് പറയുകയാണ്. ബുദ്ധൻ എങ്ങനെ കാണുന്നു? സർവകൽപ്പനകൾക്കും ആധാരമായി കാണുന്നു ഈ വിജ്ഞാനത്തെ. എന്ന് പറയുമ്പോൾ നമ്മൾ 4-മത്തേത് എന്ന് പറയുന്ന തുര്യൻ, ആ തുര്യൻ 4-മത്തേതെന്ന് പറയുന്ന ഏതർത്ഥത്തിൽ? സർവാധാരം എന്നുള്ളതിന്. ജാഗ്രത എന്ന് പറയുന്ന കൽപ്പനയ്ക്കും സുഷുപ്തി എന്ന് പറയുന്ന കൽപ്പനയ്ക്കും സ്വപ്നം എന്ന് പറയുന്ന കൽപ്പനയ്ക്കും എന്തിന്? തുര്യൻ എന്ന് പറയുന്ന കൽപ്പനയ്ക്കും എല്ലാ കൽപ്പനയ്ക്കും ആധാരമായിരിക്കുന്ന വിജ്ഞാനസ്വരൂപമായി അതിനെ കാണുന്നു. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നു ധാതു, ഇതെല്ലാം ഇതിന്റെ സ്വഭാവമാണെന്നും പറയുന്നു. ധാതു എന്നെന്തുകൊണ്ട് പറയുന്നു? കൽപ്പന എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് പ്രകടമായി വരുന്നു. ജാഗ്രത സ്വപ്നങ്ങൾ, ഈ പ്രപഞ്ചം, ഇതെല്ലാം ഇതിൽ പ്രകടമായി വരുന്നതാണ്. ധാതു എന്ന് പറയുമ്പോഴോ ഇതിന്റെ എല്ലാത്തിന്റെയും വിലയത്തിന്റെ ആധാരമായി വരുന്നു. കൽപ്പനകൾ ഇതിൽ നിന്ന് ഉയർന്നു വരുന്നു. കൽപ്പനകൾ ഇതിലേക്ക് തന്നെ വിലയിക്കുന്നു. ആ 2 ഭാവത്തെയും കാണിക്കണം. ധർമ്മമെന്നും ധാതുവെന്നും പറഞ്ഞിരിക്കുന്നു. ഒന്ന് ജാഗ്രത സ്വപ്ന രൂപത്തിൽ ഇതിൽ നിന്ന് പ്രകടമാകും. മറ്റൊന്ന് ഇത് മാത്രമായി അവശേഷിക്കുന്നു. വിലയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ബുദ്ധന്മാരെ സംബന്ധിച്ച് ഈ കൽപ്പനകളെല്ലാം ആത്യന്തികമായി ഇത് മാത്രമായി അവശേഷിക്കുന്നു. ഒരു ഭൂമിയിൽ കാണുന്ന ആ മരീചിക കേവലം പ്രകാശം മാത്രമായി അവശേഷിക്കുന്നു. രജ്ജുവിൽ കാണുന്ന സർപ്പം എന്ന് പറയുന്നത് കേവലം രജ്ജു മാത്രമായി അവശേഷിക്കുന്നു. അതാണ് വിലയിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒന്നും മറ്റൊന്നും ലയിക്കുന്ന പോലെയല്ല. കേവലം അധിഷ്ഠാനം മാത്രമായി ശേഷിക്കുക. അതുകൊണ്ടാണ് അതിനെ ധാതു എന്ന് പറയുന്നത്. ഉണ്ടായി നശിക്കാൻ മരുഭൂമിയിൽ എന്താണ്? അവിടെ ജലം ഉണ്ടായി പിന്നെ നശിക്കുന്നില്ല. പിന്നെന്താണ്? കേവലം പ്രതീതി മാത്രം. ആ പ്രതീതിക്കൊരു അടിസ്ഥാനം വേണമല്ലോ. പ്രതീതി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിനെ ധർമ്മം എന്ന് പറയുന്നു. പ്രതീതിക്ക് അത് ആധാരമായിരുന്നു. പക്ഷെ സത്യത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവിടെ
അത് ധാതുവായി എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ആ ഭ്രാന്തി മാറിയിരിക്കുന്നു. ആ ഭ്രാന്തി മാറുന്നതാണ് ഇവിടുത്തെ ലയം എന്ന് പറയുന്നത്. ഇത് ധർമ്മമായും ഒരേ സമയം തന്നെ ധാതുവായി നിൽക്കുന്നു എന്നർത്ഥം. ഈ കൽപ്പനകൾക്കും ആധാരമായും സർവകൽപ്പനകളെയും നിരാകരിച്ചിട്ട് കൽപ്പനാശേഷമായി രണ്ടു തരത്തിലും ഇത് നിലനിൽക്കുന്നു ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇത് മുമ്പ് തന്നെ ഇത് ഒന്നാമത്തെ പ്രകടനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ അവിടെ അനേക ചോദ്യങ്ങളും സമാധാനവും ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദ്യം വന്നു. ഈ ജാഗ്രത സ്വപ്നങ്ങൾ, ഈ പ്രപഞ്ചം, ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ, ഇതൊക്കെ എങ്ങനെ നിലനിൽക്കുന്നു? വാസ്തവത്തിൽ അജാതിയാണ് സത്യമെങ്കിൽ ഈ ഭ്രാന്തിക്ക് എന്താ സമാധാനം പറയുന്നു? അല്ലെങ്കിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? അതിനവിടെ സമാധാനം പറഞ്ഞു. എന്താണ്? ദേവശേഷ സ്വഭാവോയം, ഇത് ദേവന്റെ സ്വഭാവമാണ്. ദേവന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ, ഒന്നിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ വിശദീകരിച്ചാണ്. ഇതെല്ലാം ഇതിന്റെ സ്വഭാവം എന്നാണ് ഇവിടെയും പറഞ്ഞു നടക്കുന്നത്. അവിടെ അത് പറഞ്ഞ എങ്ങനെ നമ്മുടെ ചോദ്യത്തിന് സമാധാനം എന്നുള്ളതാണെങ്കിൽ പറഞ്ഞു. ഒരുപാട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ആദ്യമേ. നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. എല്ലാ അന്വേഷണങ്ങളും അന്വേഷിക്കുന്നവനും തന്നെ ഒടുങ്ങണം. അങ്ങനെ ഒടുങ്ങുന്നവരാണ് ബുദ്ധന്മാർ. ഇവിടെ പറയുന്നത് എങ്ങനെയാ? ബുദ്ധന്മാരുടെ അനുഭവമായിട്ട് പറയുന്നു. ഇതെല്ലാം സ്വഭാവത സംഭവിക്കുന്നു. സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മമായും ധാതുവായും ഇരിക്കുന്ന ഈ വിജ്ഞാന സ്വഭാവമാണിതെല്ലാം. വിജ്ഞാന സ്വഭാവമാണെന്നുള്ള ആണ് ബുദ്ധാനാം വിഷയ. ചോദിച്ചല്ലോ, പുനരവി കീദൃശ്യാസു ബുദ്ധാനാം വിഷയം. ഇതെങ്ങനെ ബുദ്ധന്മാരുടെ വിഷയമാകുന്നു? ഇത് സ്വഭാവമായിരിക്കുന്നു. ആ സ്വഭാവമായി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഒന്നിനെയും പ്രത്യേകിച്ച് ത്യജിക്കാനുമില്ല, എന്തിനെങ്കിലും ഗ്രഹിക്കാനുമില്ല. ഇവിടെ നിരോധിക്കാനില്ല. നമ്മൾ സാധാരണ അജ്ഞന്മാരെന്താ ചെയ്യുന്നത്? ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ജന്മം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ജീവിതം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, നമ്മുടെ സങ്കല്പങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ചിന്തകൾ അത് പ്രയാസമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം നിരോധിക്കാം അങ്ങനെ വിചാരിക്കും. ഇതിനൊക്കെ നിരോധിച്ചു കഴിഞ്ഞാലോ ഏതാണോ ശല്യപ്പെടുത്തുന്നത് ആ ശല്യങ്ങളെല്ലാം ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായി ആനന്ദമായി. പക്ഷേ ഇവിടെ അങ്ങനെ നിരോധിക്കാനൊന്നുമില്ല. ചിലർ പറയുന്ന അങ്ങനെയാണ്, അങ്ങനെ നിരോധിച്ചിട്ട് സുഖം നേടുക. തീർച്ചയായും നിരോധിച്ചാൽ സുഖം വരും, അത് വരുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ബുദ്ധന്മാരുടെ വഴി അതല്ല. എന്തുകൊണ്ട്? ഇവിടെ നിരോധിക്കാനായും രണ്ടാമതൊന്നില്ല. ഇതെല്ലാം തന്റെ സ്വഭാവമായി തന്നെ ഇരിക്കുന്നു. സ്വഭാവത്തെ ആര് നിരോധിക്കും? നിരോധിക്കാൻ രണ്ടാമതൊരാൾ വേണ്ടേ? വേറെ തരത്തിൽ പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ ഈ രീതിയിലല്ല മനസ്സിലാക്കി. നിഗ്രഹ കിം വരിഷ്യതി, പ്രകൃതി ആർക്ക് നിഗ്രഹിക്കാൻ കഴിയും? രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു. അതൊരു വേറൊരു സന്ദർഭമാണ്. അവിടെ നമുക്ക് ഈ രീതി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയല്ല. ഇവിടെയാണ് അതിന്റെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ അത് തന്നെ പറയുന്നു. നിഗ്രഹിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇത് നിഗ്രഹിക്കേണ്ടതൊന്നല്ല. ഇത് സ്വഭാവമാണ്.
ഇതിനെ നിരോധിക്കാൻ ആളില്ല, നിരോധിക്കാനായിട്ടിത് വേറെ നിൽക്കുന്നില്ല. ഇത് ബുദ്ധന്മാരുടെ അനുഭവമാണ് എന്ന് പറയുന്നു. ധർമ്മവും ധാതുവുമായിരിക്കുന്നു. അജം അനിദ്രം അസ്വപ്നം പ്രഭാതം ഭവതി സ്വയം സകർവിഭാദോ ഹ്യേവേഷ ധർമ്മോ ധാതുസ്വഭാവത. സുഖം ആമ്രിയത്തെ നിത്യം ദുഃഖം വിവൃതീയത്തെ സദാ യസ്യ കസ്യച ധർമ്മസ്യ ഗ്രഹേണ ഭഗവാനസൗ. ഏവം ഉച്യമാനമപി ബഹുശഃ പരമാർത്ഥതത്വം കസ്മാത് ലൗകികേ ന ഗ്രഹ്യതേ ഇത്യുച്യതേ. ഏവം ഉച്യമാനമപി പറയുന്നത് അനായാസമായി, പക്ഷെ ഗ്രഹിക്കാൻ അനായാസമായി കഴിയുന്നില്ല. ഏവം ഉച്യമാനമപി ബഹുശഃ പലതരത്തിൽ തന്നെ വിശദീകരിക്കുന്നു. ആര്? ബുദ്ധന്മാര് വിശദീകരിക്കുന്നു, ഇവിടെ ആചാര്യൻ വിശദീകരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടും അത് പരമാർത്ഥമാണെന്നും ബോധിച്ചു. ഇതാണ് പരമാർത്ഥ തത്വം, അക്കാര്യത്തിന് സംശയമൊന്നുമില്ല. എന്നാൽ കസ്മാത് ലൗകികൈഹി, ലൗകികന്മാർ കസ്മാത് ന ഗൃഹ്യതേ, എന്തുകൊണ്ടത് ഗ്രഹിക്കുന്നില്ല? എത്തിച്ചത് ലൗകികർ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല എന്നാണ്. ലൗകികരെന്ന് പറയുമ്പം അങ്ങനെ ധരിച്ചുകൊള്ളരുത്. എന്താണ്? സ്വാമിമാരല്ലാത്തവരെല്ലാം ലൗകികര്, അങ്ങനെ ധരിക്കരുത്. സ്വാമിയും ലൗകികൻ തന്നെ. ഇത് ശ്രവിക്കുന്നവരെല്ലാം ലൗകികന്മാരാണ്. ആരാണോ ഇത് ശ്രവിക്കുന്നവരല്ല. ഈ ലൗകികനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമില്ല. അങ്ങനെ നമ്മൾ എങ്ങനെയോ ധരിച്ചു പോയിട്ടുണ്ട്. പലരും പറയാറുണ്ട്, ഞങ്ങൾ ലൗകികന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കണമെന്ന് പലരും ഒന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പലരും പറയാറുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, സ്വാമി പറയുന്നൊന്നും ലൗകികർക്കല്ലല്ലോ എന്നോ. ഇതെല്ലാവരും ലൗകികരാണ്, കേൾക്കുന്ന സർവ്വർ. ഈ ലോകത്ത് വ്യവഹരിക്കുന്ന സർവ്വരും ലൗകികരാണ്. ബുദ്ധന്മാരൊഴികെ ബാക്കി എല്ലാവരും ലൗകികരാണ്. ഇത്രയായിരിക്കും ഒരുപക്ഷെ സാധനം ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഈ സത്യത്തെ മനസ്സിലാക്കുന്നതിന് ഉപകരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം അത് സാധകന്മാരെന്ന് പറയണം. ഇത് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചെല്ലാം സങ്കല്പിച്ച് ബന്ധത്തെ ഒഴിവാക്കാനും മോക്ഷത്തെ നേടണം എന്ന് പറഞ്ഞ് സാധന ചെയ്യുന്നു. അവർ സാധകന്മാർ, പക്ഷെ അവർ ലൗകികരല്ലാതെ അവരും ലൗകികര് തന്നെ. എന്തുകൊണ്ട്? അവർക്കുണ്ട് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. അവരിലും ഉണ്ടെന്താണ്? സാധനയെക്കുറിച്ചും സാധ്യത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ. അതെല്ലാം വ്യവഹാരമാണ്. ലോകം എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്നാണ് അർത്ഥം. ലോകത്തെ സംബന്ധിച്ചതെല്ലാം ലൗകികം, വ്യവഹാരത്തെ സംബന്ധിച്ചതല്ല. ആരും വ്യവഹാര അതീതന്മാരല്ല. ഒരാൾ വ്യവഹാരത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ ലൗകികം തന്നെ. സ്വാമിയായാലും ശരി, സ്വാമി അല്ലെങ്കിലും ശരി. അതുകൊണ്ടൊരാളെ ലൗകികനെന്നോ അങ്ങനെ അല്ലാന്നോ വേർതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് ഏവം ഉച്യമാനമാതിരി
വക്താവ് നിരന്തരം ബോധിപ്പിക്കുന്നു. ഇതാരാ കേൾക്കുന്നത്? എല്ലാവരും ഇത് കേൾക്കാറുണ്ടല്ല. ഇതിൽ ശ്രദ്ധയും താല്പര്യവും ഉള്ളവരാണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നവരെയാണ് ഇവിടെ ലൗകികരെന്ന് പറയുന്നത്. അവരിൽ ബന്ധമോക്ഷങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു. അല്ലാത്തവരിത് കേൾക്കുന്നതേ ഇല്ല. അവരെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമേ. ഇവിടെ ചർച്ച ചെയ്യുന്നത് തത്വശ്രവണം ചെയ്യുന്ന ലൗകികരെ സംബന്ധിച്ചാണ്. അവർക്കും എന്താണ്, എന്തുകൊണ്ടിത് ഗ്രഹിക്കാൻ പറ്റത്തില്ല? ഇത് ഇരുളും വെളിച്ചവും പോലെ രണ്ട് തരത്തിൽ എങ്ങനെ നിൽക്കുന്നു? രാത്രിയും പകലും പോലെ ഇത് എന്തുകൊണ്ട് വെവ്വേറെ അനുഭവപ്പെടുന്നു? അല്ലെങ്കിൽ സുഷുപ്തിയും ജാഗ്രതയും പോലെ പരസ്പരം കൂട്ടിച്ചേർക്കാൻ വയ്യാതെ എന്തുകൊണ്ടിത് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാ ലൗകികരുടെയും പരാതി പറയുന്നു, ഗ്രഹിക്കുന്നു, ശരിയാണെന്ന് ബോധ്യം വരുന്നു, എന്നാലും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിലാക്കിയാലും മനസ്സിലാകുന്നില്ല. പരാതി എന്തിനാണ് വരുന്നത്? തത്വം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ മോക്ഷം കിട്ടുന്നില്ല. അതെല്ലാവരുടെയും പരാതി. മോക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണം. ദുഃഖ നിവൃത്തി അത് സംഭവിക്കുന്നില്ല. തത്വഗ്രഹണം സംഭവിക്കുന്നുണ്ട്, അത് സംഭവിക്കുന്നില്ല. ഇവിടെ പറയുമ്പോൾ തത്വഗ്രഹണം ദുഃഖനിവൃത്തി എന്ന് പറയുന്ന രണ്ടല്ല. അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ വരാണെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മുടെ മുറിയിലേക്ക് വെളിച്ചം കടന്നു വരണം. അത് വന്ന് മുറിയിൽ സ്വസ്ഥമായിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇരുള് പുറത്തേക്ക് ഇറങ്ങിപ്പോണം. അങ്ങനെ സംഭവിക്കാറില്ല. ആദ്യം നമ്മൾ വെളിച്ചത്തെ സ്വാഗതം ചെയ്യുക, വെളിച്ചം വരിക, വെളിച്ചം വന്നവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇരുട്ടിനോട് ആവശ്യപ്പെടുക, ഇറങ്ങി പുറത്തു പോവുക. അങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ. അതുപോലെ തത്വഗ്രഹണവും ദുഃഖനിവൃത്തിയും രണ്ടു കാലത്തിലല്ല സംഭവിക്കുന്നു. ഇരുട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? പ്രകാശിച്ചു. പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ട് നഷ്ടപ്പെടുന്നു. അത് ഏകകാലത്തിൽ സമകാലത്തിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തത്വഗ്രഹണവും അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ദുഃഖനിവൃത്തിയും സംഭവിച്ചിരിക്കും. പക്ഷെ തത്വം ഗ്രഹിക്കുന്നുണ്ടല്ലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ലൗകികനെ ഗ്രഹ്യതേ. ലൗകികന്മാരെ ഇത് ബോധിപ്പിച്ചിട്ടും അവരിത് ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ തത്വമായിട്ടല്ല, യഥാർത്ഥമായിട്ടല്ല. അതിന്റെ അടയാളം എന്താ? പലരും ചോദിക്കാറുണ്ട്. പറഞ്ഞൊക്കെ മനസ്സിലായി, ഇത് മതിയോ, ഇത്രയും മതിയോ? ഒരുപാട് കാലം കൊണ്ടിത് കേൾക്കുന്നു. പലരും ഇത് മതിയാക്കാറുണ്ട്. ഇത്രയും കാലം ഇതൊക്കെ കേട്ട് ഇതിനപ്പുറം ഇതിലൊന്നും കേൾക്കാനില്ല, എല്ലാം മനസ്സിലായി. എന്നാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത് നിർത്താം. കാരണം എന്താ നമ്മൾ സാധാരണ പഠിക്കുന്നു? നമ്മളെന്തെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോൾ, സയൻസോ കണക്കോ പഠിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കത്തില്ല, അവിടെ നിർത്തും. എന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതിലേ ഉള്ളൂ പഠനം. മനസ്സിലായി പിന്നീട് ആരെങ്കിലും പഠിക്കും. അതുപോലെയാണ് ഇതും. നമ്മളെന്താ ചെയ്യുന്നു? പഠിക്കുന്നു. എന്തിനു വേണ്ടി? മനസ്സിലാക്കാൻ വേണ്ടി. കുറച്ചു കാലം പഠിക്കുമ്പോൾ മനസ്സിലാകും. അതന്നെ ഓരോ ആശ്രമങ്ങളിലൊക്കെ
കോഴ്സുണ്ട്. 1 വർഷത്തെ കോഴ്സ്, 2 വർഷത്തെ കോഴ്സ്, 3 വർഷത്തെ കോഴ്സ്. എന്താ കോഴ്സ് വെച്ചിരിക്കുന്നത്? പഠിക്കാൻ വേണ്ടി. 3 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാം മനസ്സിലായി. പിന്നെ പഠിക്കേണ്ട കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായും മനസ്സിലാകുമ്പോൾ നിർത്തുകയും ചെയ്യും. അപ്പൊ എപ്പോഴാണ് നിർത്തേണ്ടത്? മനസ്സിലാകുമ്പോൾ നിർത്താം. ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിർത്താം. മനസ്സിലായി എന്നുള്ളതിന് എന്താ തെളിവ്? മനസ്സിലായി എന്നുള്ളതിന് തെളിവെന്തെന്ന് വെച്ചാൽ തന്റെ ഇടമായിട്ട് പറയാൻ കഴിയും 10 പേരെ മുമ്പിൽ. കോഴ്സ് നമ്മൾ അതിനാണല്ലോ വയ്ക്കുന്നത്. ധൈര്യമായിട്ട് പറയണം. ധൈര്യമായിട്ട് പറയുക എന്ന് വെച്ചാൽ അങ്ങനെയാണ്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ചും മറിച്ചും ഉത്തരം പറയും. ചോദിക്കുന്നവനെ കറക്കി അടിക്കണം. ഇതാണ് ഇതിന്റെ മനസ്സിലാക്കലെന്ന് പറയുന്നത്. അപ്പോൾ പഠനം തീർന്നു, കോഴ്സ് കഴിഞ്ഞു, സ്വാമിയായി, സുഖജീവിതമായി, എല്ലാ ഫെസിലിറ്റീസും കൈവരും. പിന്നെന്ത് വേണം? അപ്പോ മനസ്സിലായി. മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിർത്താം, പഠനം നിർത്താം. ഞാൻ ഉൾപ്പെടെയുള്ള സ്വാമിമാര് പഠിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായി കഴിഞ്ഞു, പിന്നെ എന്തിനാ പഠിക്കുന്നത്? പഠിക്കുന്നതൊക്കെ പിള്ളേരുടെ പണിയാണ്. സ്വാമിയാവുന്നവരെ പഠിച്ചാൽ മതി. സ്വാമിയായ പിന്നെ പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കലാണ്. മനസ്സിലാക്കുന്നത് തീർച്ചയായും അവസാനിക്കും. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. മനസ്സിലാക്കി എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നേ മനസ്സിലായതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആശ്രമത്തിലേക്ക് വന്നത് തന്നെ. കോഴ്സിന് ചേരുന്ന തന്നെ ഇത് മനസ്സിലായി. പിന്നെ ഇനി അവിടെ വെച്ച് നിർത്തേണ്ടേ. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം അതല്ല. എന്താണ്? ഒരു കോഴ്സല്ല, പല കോഴ്സും കഴിഞ്ഞു. ഒരാശ്രമത്തിലെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ വേറൊരു ആശ്രമത്തിൽ പോയി, അവിടുത്തെ കോഴ്സ് കഴിഞ്ഞു അടുത്ത ആശ്രമത്തിൽ പോയി, പല ആശ്രമങ്ങളിലെയും കോഴ്സ് കഴിഞ്ഞു. അതാണ് ബഹുശഃ ഉച്യമാനമപി. പലതരത്തിലും പറയുകയും കേൾക്കുകയും ചെയ്തു എന്നാണ്. ഇതെല്ലാം ചെയ്തിട്ടും എന്താണ്? തത്വം ന ഗ്രഹ്യത്തെ. ഈ ശ്രോതാക്കൾ തത്വത്തെ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ പഴയ ചോദ്യം വീണ്ടും വരും, മനസ്സിലായല്ലോ. മനസ്സിലായില്ല എന്ന് ആര് പറഞ്ഞു? ഇത്രയും കോഴ്സുകൾ ഒരാളിൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം മുമ്പ് എന്താണ് വേദാന്തം പഠിക്കണം. ഏതാ പഠിക്കേണ്ടത്? ബ്രഹ്മസൂത്രം. ഓ അത് ശരി, ബ്രഹ്മസൂത്രം പഠിക്കണം. അപ്പോ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? അത് ബ്രഹ്മസൂത്രം പഠിച്ചതാ. പഠിച്ചത് വീണ്ടും പഠിക്കുന്നു. അതെവിടെയാ പഠിച്ചത്? അത് പിന്നെ കോഴ്സ് പഠിച്ചു, പിന്നെ രണ്ടാമത് വേറൊരു കോഴ്സ് പറഞ്ഞ് ആ കോഴ്സ് പഠിച്ചു, പിന്നെ മൂന്നാമതൊരു കോഴ്സ് പഠിച്ചു. അങ്ങനെ 3-4 കോഴ്സ് ബ്രഹ്മസൂത്രം പഠിച്ചതാ. പിന്നെ ഇനി എന്താ പഠിക്കാൻ? എന്നാലും പഠിക്കണം. ഇതാണ് എന്താണ് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെയും മനസ്സിലായെന്ന് ധരിക്കുന്നു. നമ്മൾ മനസ്സിലായെന്ന് ധരിക്കുന്നു, എന്നിട്ടും മനസ്സിലാകുന്നു. വീണ്ടും മനസ്സിലാക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവിടെ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിലും ദുഃഖനിവൃത്തി സംഭവിക്കുന്നില്ല. അപ്പൊ 2 രീതിയിലായാലും, ഒന്ന് ഒരാൾ കരുതുന്നു ഞാനിത് മനസ്സിലാക്കി, ശരി ഇത് അവസാനിപ്പിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം കൂടെ ഉറപ്പുവരുത്തണം. എന്താണ്? ഈ ദുഃഖനിവൃത്തി അത് സംഭവിച്ചോ? അതുകൂടെ ഉറപ്പുവരുത്തണം. എന്നാൽ ഇത് അവസാനിപ്പിക്കാം.
അല്ല, ഇനി ഒരാളങ്ങനെയല്ല, ഇനി എനിക്കിത് വീണ്ടും ഇത് മനസ്സിലാക്കാനുണ്ട്, വീണ്ടും എനിക്കിത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതെന്തിനു മനസ്സിലാക്കണം? അല്ലേ, 3 സ്ഥലത്ത് 4 സ്ഥലത്ത് ബ്രഹ്മസൂത്രം പഠിച്ചിട്ടും വീണ്ടും ഇതെന്തിനാ ഇത് പഠിക്കാൻ നടക്കുന്നത്? വീണ്ടും പഠിക്കാൻ നടക്കുന്നത് ഇയാളിതെങ്ങനെയാ പറയുന്നതെന്നറിയണം. മറ്റേയാളെങ്ങനെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, വീണ്ടും നമ്മൾ ഇത് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കണം? ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയായിരിക്കും. അപ്പം നിർത്തിയാലും അങ്ങനെയായിരിക്കും. ദുഃഖനിവൃത്തിയിൽ ഇത് അവസാനിക്കുന്നു, ഈ മനസ്സിലാക്കൽ അവസാനിക്കുന്നു. അല്ലെങ്കിൽ ഈ ഭാരം, തലച്ചോറിന് ആയാസം ഉണ്ടാക്കുന്ന ഈ ശാസ്ത്രം കൊണ്ട് എന്താ പ്രയോജനം? ഇത് ചുമന്നുകൊണ്ട് കിടന്നിട്ട് മറ്റെന്തെങ്കിലും ചുമടെടുക്കുന്നതിൽ നിന്ന് ഇതിനെന്താ വ്യത്യാസം? വ്യത്യാസം ഇതാണ്, നിങ്ങളിത് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖനിവൃത്തിയിൽ അവസാനിപ്പിക്കുന്നു. ഇത് തുടരുന്നുണ്ടെങ്കിൽ അത് ദുഃഖനിവൃത്തിക്ക് വേണ്ടി തുടരും. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ലൗകികർ ന ഗൃഹ്യതേ എന്ന് പറയും. അപ്പൊ ഇവിടെ ആചാര്യൻ എന്ത് ചെയ്യുന്നു? ഇത് നിരവധി തവണ ബോധിച്ചു കഴിഞ്ഞ ഒരുവനെയാണ് പറയുന്നത്. അവൻ ലൗകികനാണ്, അവൻ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ പറയണം, അവന്റെ ഉറക്കം അവസാനിച്ചു. ഉറക്കം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണരണ്ടേ? അല്ലേ? ഉണരാതെ ഉറക്കം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇല്ല. അപ്പൊ പിന്നെ ഉറക്കം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചത്തുപോയാൽ ഉറക്കം അവസാനിച്ചു. അത് ശരിയാ, പിന്നെ ഉറക്കമില്ലല്ലോ. അങ്ങനെയാകരുത്. ഇവിടെ ഉറക്കം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കണം. അതുപോലെ എന്താണ്? രണ്ട് ഭാഗത്തെയും കണക്കിലെടുത്തുകൊണ്ട് ആചാര്യം പറയുകയാണ്, നിരവധി തവണ ഇത് ആവർത്തിച്ചു, എന്നിട്ടും അവൻ ഗ്രഹിക്കുന്നില്ല. ഇത് ഗ്രഹിച്ചു, മനസ്സിലായി, എന്നിട്ട് ഇത് അവസാനിക്കുന്നില്ല. എന്നുവെച്ചാൽ ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല. എങ്ങനെ? അതാണ് അടുത്ത് പറയുന്നത്. യസ്മാത് യസ്യ കസ്യചിത് ദ്വയവസ്സനോ ധർമ്മസ്യ ഗ്രഹേണ ഗ്രഹണാവേശേന മിഥ്യ അഭിനിവിഷ്ഠതയാ സുഖം ആവ്രിയതേ അനായാസേന അച്ഛാദ്യതേ ഇത്യർത്ഥഃ. വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖം ആവ്രിയതേ നിത്യം, നിത്യം സുഖം ആവരണം ചെയ്യപ്പെടുന്നു. നിത്യവും സദാ ഈ സുഖത്തെ മൂടുന്നു എന്നാണ്. അതാണ് സംഭവിക്കുന്നത്. സുഖം എന്ന് പറയുന്നതിന് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അനായാസം എന്നുണ്ട് അർത്ഥത്തിൽ. സുഖത്തെ ക്രിയാവിശേഷണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അനായാസമായ എന്നുള്ള അർത്ഥം കിട്ടും. സുഖത്തെ കർമ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആത്മസ്വരൂപമായിരിക്കുന്ന സുഖം. രണ്ടു തരത്തിൽ വരുന്നത് ഭാഷയുടെ വ്യാകരണത്തിന്റെ ഒരു കളിയാണ്. ഭാഷകാരൻ രണ്ടർത്ഥവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ സുഖമായി, വളരെ നിസ്സാരമായി എന്നർത്ഥം. അതായത് ഇത്രയും ആയാസപ്പെട്ട് ഇത്രയും വലിയ ശാസ്ത്രങ്ങളെല്ലാം ഏകാഗ്രമായി, വളരെ ബുദ്ധിമാനായി, വിവേകിയായി എല്ലാ തത്വങ്ങളും ഗ്രഹിച്ചിട്ടും നിഷ്പ്രയാസം, പച്ച മലയാളത്തിൽ പറഞ്ഞു, അവൻ ദുഃഖത്തിന് കീഴ്പ്പെട്ടു പോകുന്നു. അനിയന്ത്രിതമായി അവൻ ദുഃഖത്തിൽ വീണു പോകുന്നു. അതുകൊണ്ടാണ് അവനെ ലൗകികനെന്ന് വിളിക്കുന്നത്. അവൻ എത്രയും വലിയ സ്വാമി ആയാലും ശരി, അവൻ ലൗകികനാകുന്നതുകൊണ്ടാണ്.
ദുഃഖത്തിൽ വീണു പോകുന്നു. പിന്നെ ഈ ഭാരം കൊണ്ടെന്താ പ്രയോജനം? അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ശാസ്ത്ര അധ്യയനം നിഷ്ഫലമാണ് എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലാണ്. അതവനെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ? ഇതുകൊണ്ടെന്താ പ്രയോജനം? എങ്ങനെ അത് യസ്യ കസ്യചിത് വസ്തുനു ധർമ്മസ്യ ഗ്രഹണേന, പ്രതിക്ഷണം അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദ്വൈതം, ജാഗ്രദ്വൈതം, സ്വപ്നദ്വൈതം, ഇതിന്റെ ഈ അനുഭവങ്ങൾ, ശബ്ദസ്പർശരൂപരസഗന്ധാനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ, അതിന് ഒരു നിയമമൊന്നും പറയാനില്ല. ഇതെങ്ങനെ ഇവനെ ദുഃഖത്തിന് അധീനമാക്കുന്നു എന്നൊന്നും പറയാൻ വയ്യ. അവനെ നിസ്സാരമായി, വളരെ അനായാസമായി ദുഃഖത്തിന് അധീനനായി പോകുന്നു. അങ്ങനെ ദുഃഖത്തിന് അധീനനായി പോകുന്ന ഈ ശ്രോതാവിനെ കണ്ടിട്ടാണ് ആചാര്യൻ പറയുന്നത്, ഇവൻ കാര്യം പിടികിട്ടുന്നില്ല, ഞാനിത് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇവന്റെ തലയിൽ കയറുന്നില്ല എന്ന് പറയുന്നു. അതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖനിവൃത്തി സംഭവിക്കുന്നില്ല. ദുഃഖനിവൃത്തി അത് അപ്രാപ്യമായതുകൊണ്ട്, അതാണ് ഇതിന്റെ തെളിവെന്താണ്? ഇവൻ ഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് തടസ്സമായിരിക്കുന്നത്? ആവർത്തിച്ച് ആചാര്യം ബോധിപ്പിക്കുന്നു, അവൻ ഗ്രഹിക്കുന്നു, പക്ഷെ എന്നിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്താ? ഈ ദുഃഖപ്രാപ്തി തന്നെ എന്റെ തടസ്സം. ആ ദുഃഖപ്രാപ്തി തന്നെ ഈ ബോധത്തിന് തടസ്സമായി ഇരിക്കുന്നു. ആ ബോധം തന്നെയാണ് ഈ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത്. തത്വത്തെ ബോധിപ്പിച്ചിട്ടും ബോധം ഉള്ളിൽ പ്രകാശിക്കുന്നു. ബാഹ്യമായി ബോധത്തെ ഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ അത് പ്രകാശിക്കുന്നു. അതിന് പറയും അപരോക്ഷം. അപരോക്ഷ അനുഭവമായി മാറുന്നില്ല. അപരോക്ഷ അനുഭവമായി മാറുമ്പോൾ അവിടെ ദുഃഖനിവൃത്തി സംഭവിക്കും. മറിച്ചാണെങ്കിലോ, ഒരാൾ പറയുന്നു ബുദ്ധിമാനാണ്, എനിക്ക് തത്വത്തെ അനായാസമായി ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയും. നമ്മൾ പറയാറുണ്ടല്ലോ, ഈ തത്വം വളരെ ലളിതമാണ്, അനായാസമാണ്. ശരിയാണ്, ഇത് ലളിതവും അനായാസവുമാണ്. പക്ഷെ അതുപോലെ അതൊരു സത്യമാണ്, തത്വം ലളിതവും അനായാസവുമാണ്. അതുപോലെ മറ്റൊരു സത്യമാണെന്ത്? അനായാസമായി ലളിതമായി തന്നെ ഈ ദുഃഖം നിങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. രണ്ടും അനായാസമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് അനായാസമായി ഗ്രഹിച്ചു എന്ന് വിചാരിച്ച് ദുഃഖം പിന്മാറത്തില്ല. രണ്ടും ഒരേ സമയം ഒരുപോലെ സംഭവിക്കുന്നു. അതുകൊണ്ട് പറയുന്ന ഒന്നാണിത്, ഗ്രഹിക്കുന്നില്ല. വിവേകിനെ ഗ്രഹിക്കാൻ, വിവേകിയായിട്ടുകൂടി അവൻ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവനെ പറയുന്നു അവൻ ലൗകികനാണ്. യസ്യ കസ്യചിത് ദ്വയവസ്തുനോ ധർമ്മസ്യ ഗ്രഹണേന ഗ്രഹണാവേശേന പറയും. ഗ്രഹണാവേശം, നിങ്ങൾ തത്വത്തെ എങ്ങനെയാണോ ഗ്രഹിക്കുന്നത് അതുപോലെ ഇതെന്താണ്? പ്രേതാവേശം, ഭൂതാവേശം എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഭൂതാവേശം, പ്രേതാവേശം എന്നൊക്കെ പറയുന്നു. ഭൂതം, പ്രേതം ഇതൊക്കെ ഇങ്ങോട്ട് ആവേശിക്കാൻ വരുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കത്തില്ല, ഞാൻ അങ്ങോട്ട് കയറിക്കോട്ടെ. അതിന് സൗകര്യമുണ്ടെങ്കിൽ അതങ്ങ് കയറി അങ്ങിരിക്കും. അതാണ്, അതിനാണ് ആവേശം എന്ന് പറയുന്നത്. എവിടെയാണോ അത് കയറി വാസം ഉറപ്പിക്കുന്നത് അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ചോദിക്കത്തില്ല. അവന്റെ സൗകര്യമാണ്, കയറുന്നവന്റെ സൗകര്യമാണ്. പ്രേതം കൊള്ളാം, എനിക്ക് ഇരിക്കാൻ പറ്റിയവനാണ് ഇവനെന്ന് കണ്ടു കഴിഞ്ഞാൽ വന്നങ്ങ് കയറും. അവിടെ അനുവാദം ചോദിക്കുന്ന പ്രശ്നമേ, അവരുടെ സൗകര്യമാണ്, വരുന്നയാളുടെ സൗകര്യമാണ്.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഗ്രഹണേന ഗ്രഹണാവേശം. ഇതൊരാവേശമാണ്. അനുവാദം ചോദിക്കാതെ കടന്നു വരുന്നതാണ്. നമുക്കറിയാമല്ലോ. കാരണം ദുഃഖം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, മറിച്ചത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും അതെന്ത് ചെയ്യുന്നു? അത് ആവേശിച്ചു കളയും. നമ്മുടെ അനുവാദം കൂടാതെ പ്രവേശിച്ചു കളയും. അങ്ങനെയാണ് സർവ്വ ദുഃഖവും കടന്നു വരുന്നത്. ഈ ദുഃഖാവേശം അത് മാറുന്നില്ല. ഒരുപാട് തത്വത്തെയൊക്കെ ഗ്രഹിച്ചിട്ടും മാറുന്നില്ല. മിഥ്യാഭിനിവിഷ്ടതയാ. എന്തുകൊണ്ടിതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? പറയുന്നു മിഥ്യാഭിനിവേശം. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. 2-3 കാര്യങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തതാണ്. മിഥ്യാഭിനിവേശത്തെ ഇത് മാറ്റുന്നില്ല, ഈ ഭ്രാന്തിയെ മാറ്റുന്നില്ല. ഭ്രാന്തിയെ മാറ്റുന്ന തരത്തിൽ ഇത് പ്രകാശിക്കുന്നില്ല എന്നാണ്. ഇവിടെ എന്താണ്? പ്രകാശം എപ്പോഴും ഇരുട്ടിനെ മാറ്റാറില്ല. പൊതുവെ അങ്ങനെയാണ്. പ്രകാശം എന്ന ഇരുട്ട് മാറുമെന്നുള്ളതാണ് ഒരു ധാരണ. പക്ഷെ ചിലപ്പോൾ പ്രകാശം ഇരുട്ടിനെ മാറ്റാതെയിരിക്കും. സന്ധ്യാസമയത്ത് നോക്കുക, അവിടെ പ്രകാശമുണ്ട്, ഇരുട്ടുമുണ്ട്. നമ്മൾ പറയും എന്താണ്? മങ്ങിയ വെളിച്ചം എന്ന് പറയും. മങ്ങിയ വെളിച്ചത്തിൽ എന്താണ്? രണ്ടും ഉള്ളതുകൊണ്ടാണ്. ഇരുട്ടും നിൽക്കുന്നു, പ്രകാശം നിൽക്കുന്നു. അതുപോലെ തത്വഗ്രഹണത്തിലും ഈ മിഥ്യ അഭിനിവേശം നിൽക്കുന്നു. എന്തുകൊണ്ടാണ് രണ്ടും നിൽക്കുന്നത്? ആ ഇരുട്ടിനെ പൂർണ്ണമായും നശിപ്പിക്കത്തക്ക രീതിയിൽ പ്രകാശമില്ല അവിടെ. അത് മധ്യാഹ്നത്തിലുണ്ടായിരുന്നു, അവിടെ ഇരുട്ടും നിന്നില്ല. അപ്പൊ പ്രകാശത്തിന്റെ തീവ്രത അപേക്ഷിച്ചാണ് ഇരുട്ട് മാറിപ്പോകുന്നത്. അതുപോലെ ഈ തത്വഗ്രഹണത്തിന്റെ അപരോക്ഷതയെ ആശ്രയിച്ചിട്ടാണ് ഈ ദുഃഖം മാറുന്നത്. ഇത് ആപേക്ഷികമാണ് എന്നർത്ഥം. അടുത്തിനി പറയും എന്തുകൊണ്ട് തത്വം ഗ്രഹിച്ചിട്ടും ദുഃഖം മാറുന്നില്ല. പറഞ്ഞല്ലോ, എന്തുകൊണ്ട് വെളിച്ചം വന്നിട്ടും അവിടെ ഇരുട്ട് നിൽക്കുന്നു. അപ്പോൾ ഇരുട്ടിന്റെ തകരാറല്ല, വെളിച്ചത്തിന്റെ പോരായ്മയാണ്. വെളിച്ചം കുറച്ചുകൂടി തീവ്രമാകും. അതുപോലെയാണ് ഇവിടെ. വെളിച്ചം തീവ്രമാകുന്നില്ല. എന്തുകൊണ്ടായി വെളിച്ചം തീവ്രമാകാത്തത്? ഇതാവർത്തിച്ചിട്ടും അതിന് നമ്മുടെ പഴയ ആൾക്കാർ പറയുന്നതാണ് കതിരുമ്മ വളം വയ്ക്കുക എന്ന് പറയും. അതുകൊണ്ട് നെല്ലിന് പുഷ്ടി ഉണ്ടാകത്തില്ല. ഈ വെളിച്ചം എന്തുകൊണ്ട് അങ്ങനെ പ്രകാശിക്കുന്നില്ല? ഇവിടെ പറയും, ഭാഷ്യകാരൻ പറയും, വ്യാഖ്യാതാവ് പറയും, സാധന സമ്പത്തി ഇല്ലാത്തതുകൊണ്ട്. ബ്രഹ്മസൂത്രം പഠിച്ചെന്നോ മാണ്ഡുക്യം പഠിച്ചെന്നോ എന്ന് വിചാരിച്ച് അതുകൊണ്ടൊന്നും ദുഃഖം മാറണമെന്നൊന്നുമില്ല. മാറിക്കൂടാന്നുമില്ല, മാറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് അതിന് തന്നെ പ്രാധാന്യം കൊടുക്കാം. എന്തുകൊണ്ടാണ്? സാധന സമ്പത്തി. സാധന സമ്പത്തി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം ആദ്യം പോലെ തുടങ്ങേണ്ടി വരും, എല്ലാം ആദ്യം പോലെ ആരംഭിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. കാരണം സാധന സമ്പത്തിയില്ല. നമ്മൾ വീണ്ടും 1ാം ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരും. ചിത്തശുദ്ധി, രാഗദ്വേഷങ്ങളുടെ നിർമ്മാർജ്ജനം, ഇതൊക്കെ സംഭവിക്കണം അന്ധക്കരണം.
ആ സാധന സമ്പത്തിയിലൂടെ വരുമ്പോൾ മാത്രമേ ഇത് അപരോക്ഷമായി നിൽക്കത്തുള്ളൂ. അതിവിടെയും പറയും. സാധന സമ്പത്തി അനന്തരം നമ്മൾ പഠിച്ചല്ലോ ബ്രഹ്മസൂത്രത്തിൽ. പഠിച്ചാൽ പോരാ, അത് ഒരുവന് സംഭവിക്കണം. അതാണ് ഇവിടെ ആചാര്യം പറയുന്നത്. സാധന സമ്പത്തി അനന്തരം മാത്രമേ ഈ ഗ്രഹണം പൂർണ്ണമായ ഫലം കൊടുക്കത്തുള്ളൂ. അതാണ് പറയുന്നത്. സാധന സമ്പത്തിക്ക് അനന്തരം മാത്രമേ ഇത് ശ്രവിക്കാവൂ എന്നുള്ളതല്ല. ആ സാധന സമ്പത്തി അനന്തരമേ ഇത് പൂർണ്ണമായ ഫലം കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ തകരാറ് എവിടെ ഇരിക്കുന്നു? ശ്രോതാവിൽ തന്നെ ഇരിക്കുന്നു. ആചാര്യന്മാരെ മാറി മാറി പരീക്ഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ശരി, നമുക്ക് അവിടുത്തെ ഒരു ആചാര്യനെ കൊണ്ടുവരാം, ഇനി മറ്റിടത്തുനിന്ന് ഒരു ആചാര്യനെ കൊണ്ടുവരാം, ഇനി വേറൊരു ആചാര്യനെ നമുക്ക് ഇറക്കുമതി ചെയ്യാം. ഒരു രക്ഷയില്ല. എല്ലാ ആചാര്യന്മാരും ഫെയിൽ, പരാജയപ്പെടും. എന്ത് സംഭവിക്കണം? സാധന സമ്പത്തി. അതുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനുശേഷം മാത്രമേ ഇത് ഫലം കൊടുക്കത്തുള്ളൂ. അവിടെ ഗ്രഹണം സഫലമാകുന്നു. എങ്ങനെ സഫലമാകും? ദുഃഖനിവൃത്തിയിലൂടെ. ആ ദുഃഖനിവൃത്തി എന്താണെന്നൊക്കെ ഇനി ചോദ്യം വരും. അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദുഃഖനിവൃത്തിയുടെ സ്വരൂപം എന്താണ്? ദുഃഖമില്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് മറ്റൊരു വിഷയമാണ്. എന്തായാലും ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? മുമ്പും പറഞ്ഞു, അത് ബുദ്ധന്മാരുടെ അനുഭവമാണ്. ആ ബുദ്ധന്മാരുടെ അനുഭവ രൂപത്തിലുള്ള ദുഃഖനിവൃത്തി, അത് സംഭവിക്കുന്ന ഗ്രഹണം, അനുഭവം, അതിന് തടസ്സമായിരിക്കുന്ന മിഥ്യാഭിനിവേശങ്ങൾ, ആ അഭിനിവേശങ്ങൾ നിൽക്കുന്നത് കൊണ്ടെന്താണ്? സുഖം ആംപ്രിയതേ, അനായാസേന അച്ഛാദ്യതേ. അനായാസമായി അവൻ തത്വത്തെ ഗ്രഹിക്കുന്നു, അനായാസമായി അവൻ ദുഃഖത്തെ കീഴ്പ്പെടുകയും ചെയ്യുന്നു. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന് മാറ്റം വരണം എന്നാണ് ആചാര്യൻ പറയുന്നത്. സുഖം ആവ്രിയത്തെ നിത്യം ദുഃഖം വിവ്രിയത്തെ സദാ യസ്യ കസ്യച ധർമ്മസ്യ ഗൃഹേണ ഭഗവാനസൗ. ശാന്തി ശാന്തി ശാന്തി.